കയ്പമംഗലം എം.എൽ.എ. കെ. വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണ അനുമോദന സദസ്സ് കെ. വത്സരാജ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. SSLC +2 ഫലം പുറത്തു വന്നതിന് ശേഷം വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിരവധി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കുകളും വായനശാലകളും ക്ലബ്ബുകളും എന്തിനേറെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെല്ലാം പ്രാദേശികമായും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അനുമോദന പരിപാടികളും ആദര സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രചോദനമാകുന്ന കരുത്ത് പകരുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ A+ നേടി SSLC വിജയം ഉറപ്പുവരുത്തുന്നതോടൊപ്പം കൂടുതൽ ഉയർന്ന പഠന മേഖലകളിലൊക്കെ ആ വിജയം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കൂടുതൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാനും അവർക്ക് ഇത്തരത്തിൽ ജനങ്ങൾ നൽകുന്ന, സമൂഹം നൽകുന്ന പിന്തുണയും ആദരവും അനുമോദനങ്ങളെല്ലാം കാരണമാകും എന്ന് നമുക്ക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് DK രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വയലാർ ശരശ്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി. പക്ഷേ എല്ലാ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന അറിവുകൾ ജീവിതം എന്ന വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മുടെ ഇക്വേഷൻസ് A² + 2B² = A², അല്ല A+B = A² + 2AB + B². ഇത് ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് പ്രയോജനപ്പെടേണ്ടത് എനിക്കറിയില്ല. പക്ഷെ അന്ന് വളരെ കാണേണ്ട പിടിച്ചതാണ്. ഇപ്പം ആ എയുടെ സ്ഥാനത്ത് B ആണെങ്കിലും C ആണെങ്കിലും ഒരു വാല്യൂവിനും വ്യത്യാസം വരുന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന ജീവിതത്തിൻ്റെ കണക്ക് 1 + 1 = 2. ആ കണക്ക് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ആവശ്യം വരും. ശമ്പളം മേടിക്കുമ്പോഴും ശമ്പളം കൊടുക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ഈ ഒരു കണക്ക് നമുക്ക് ആവശ്യമാണ്. പക്ഷെ മറ്റേത് എനിക്കറിയില്ല എന്തുമാത്രം പ്രയോജനപ്പെടുന്നു. അപ്പോൾ അത് നമ്മൾ പുതിയ ആധുനികതയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പഴയ കുറച്ച് മൂല്യങ്ങളുണ്ട്. അതൊരു വേരാണ്. നമ്മൾ ഏത് മരം വളർന്നാലും മുകളിലോട്ട് പോകുന്ന മരത്തിൻ്റെ സൗന്ദര്യം നമ്മൾ നോക്കും. ഒരു മാതാപിതാക്കൾ മക്കളെ നോക്കുന്ന പോലെ. ആഹാ, എൻ്റെ കുഞ്ഞെന്ത് വലുതായി, അവൻ വളർന്ന് അല്ലെങ്കിൽ അവൾ വളർന്ന് പുഷ്പിച്ച് തളിർത്ത് കായ്ച്ച് സുന്ദരിയായിട്ടിരിക്കുന്ന മരം. ഈ മരത്തിനെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഈ മരം എത്രത്തോളം മുകളിലോട്ട് വളരുന്നു അത്രത്തോളം താഴത്തോട്ട് അതിൻ്റെ വേരിന് ബലമില്ലെങ്കിൽ ആ മരം അടുത്ത കാറ്റിന് മറിഞ്ഞു വീഴാം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ താഴോട്ടുള്ള വേരിൻ്റെ പിടുത്തമാണ്, മണ്ണുമായിട്ടുള്ള വേരിൻ്റെ പിടുത്തമാണ് മരത്തിൻ്റെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA ET ടൈസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുമതി സുന്ദരൻ, മിനി ഷാജി, MR കൈലാസൻ, KP രാജൻ, TK രാജു, ബീന സുരേന്ദ്രൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, നൌഷാദ് കറുകപ്പാടത്ത്, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, ഫാദർ ജോൺസൺ റോച്ച, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 VHSC പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS USS വിജയികളെയുമാണ് അനുമോദിച്ചത്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വേദിയിലേക്ക് പെട്ടെന്ന് വരിക.